അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷം കേട്ടോ പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റൂം ടൂറാണ്. എൻ്റെ റൂം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെയാണ് എൻ്റെ റൂമുള്ളത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ആർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അവിടെയായിട്ട്. നമുക്കുള്ളിലോട്ട് പോവാം. റൂമിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഡോറിൻ്റെ ഭാഗം അങ്ങനെയാണ് കേട്ടോ. ഞാനിത് ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈ രണ്ട് സംഭവം. എൻജോയ് ദ ലിറ്റിൽ തിങ്സ് ആൻഡ് ഫോളോ യുവർ ഡ്രീംസ്. പിന്നെ ഇത് എൻ്റെ ബാഗ്. ഞാൻ എങ്ങോട്ടേലൊക്കെ ഋതുവിനെ കൊണ്ട് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ബാഗ് എടുക്കും, അതല്ല ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ രണ്ട് ബാഗുണ്ട് അത്. പിന്നെ ഇവിടെ ചെറിയൊരു മരം. ഇത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വരച്ചതാട്ടോ. കുറേ 1.5 കൊല്ലത്തോളമായി. പിന്നെ ഉള്ളത് ഈ അലമാറിലെ സൈഡിൽ ഞങ്ങളുടെ ഫോട്ടോസാണ്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസാണ്. ഇങ്ങനെ ഈ സൈഡിൽ അങ്ങനെയുള്ളത്. അതിന് ശേഷം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അലമാറ ഇങ്ങനെയായിട്ട്. ഇതിലും ഞങ്ങളുടെ ഒരു ഇതുണ്ട്. ഇത് എൻഗേജ്മെൻറ്റ്, കല്യാണം, മെറ്റേണിറ്റി, ഋതു. അങ്ങനെ ഇതിൻ്റെ ചേച്ചി രഞ്ജു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാ ഋതുവിൻ്റെ 28-ന് വന്നപ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടെ നമ്മുടെ എല്ലാവരും വീട്ടിലും കാണുന്ന മീഷോ പ്രൊഡക്റ്റ്. ഇതിൽ ഫുള്ള് ഋതുവിൻ്റെ കുറച്ച് ഐറ്റംസ്, അങ്ങനെ തലയിൽ വയ്ക്കാനുള്ളത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ഇത് പിന്നെ നമ്മുടെ റോസ്മേരി. പിന്നെ ഇത് ഋതുവിൻ്റെ ബഡ്സ്. ഇതിൽ കുറച്ച് ഉള്ള ഐറ്റംസാണുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡോറുണ്ട്. ഇത് ഈ റൂമിൽ നിന്നാണ് കേട്ടോ ബാൽക്കണി കൊടുത്തിട്ടുള്ളത് വീട്ടിലത്തെ. അപ്പോൾ ഈ റൂമിലാണ് ബാൽക്കണി ഉള്ളത്. ഇത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ടത് അവളെ തൂക്കായിരുന്നു. അപ്പോൾ ഇപ്പം അതിൽ കിടക്കണില്ല റൂമിൽ. ഇപ്പോൾ ബെഡിൽ തന്നെ കിടക്കുക. അപ്പോൾ പിന്നെ ഞാനതിങ്ങനെ ഇവിടെ എടുത്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനൊരു കൊട്ടുണ്ട്. ഇതിൽ നിറച്ച് തുണികളാണ്. പിന്നെ ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു ഫ്രെയിമുണ്ട്. അത് ഋതുവും ഞങ്ങളുള്ളതാണ്. അത് നികിത ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ പിന്നെ അവിടെ ഒരു വേസ്റ്റ് ഇടാനുള്ളൊരു സംഭവം. ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണം കേട്ടോ. ഇത് ലൈറ്ററും ഈ ഒരു സംഭവം. ഇത് ഞാൻ ചന്ദനത്തിരി വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു റൂമിന് ചില സമയത്തൊരു ഫ്രഷ്നെസ് ഉണ്ടായിക്കോട്ടെ വെച്ചാൽ ഞാൻ കത്തിച്ച് വയ്ക്കാറുണ്ട് വല്ലപ്പോഴും. അങ്ങനത്തെ സംഭവമാണ്. പക്ഷെ ഇത് ശരിക്കും അതല്ല കേട്ടോ. ഇത് അമ്മ വയനാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് നമ്മളിത് കൊണ്ട് ഊതിക്കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു വട്ടം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ അതിനല്ല ഉപയോഗം. ഞാനിപ്പോൾ ഈ ഇവിടെ കാണുന്നതിൽ ചന്ദനത്തിൽ കത്തിച്ച് വയ്ക്കും. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സ് പെട്ടെന്നൊക്കെ കിട്ടാൻ ഋതുവിൻ്റെ ഒരു ഇപ്പോൾ വാങ്ങിയതാണിത്. ഇരിക്കാൻ പറ്റുന്ന പോലെ. അപ്പം അങ്ങനെ ഇരിക്കാൻ അതിലിരുന്ന് തുടങ്ങണേ ഉള്ളൂ. കാണുമ്പോൾ അവൾക്ക് പേടിയാണ്. പിന്നെ ഇവിടെ ഒരു ടോയ്. ഇത് ഞാൻ ഇപ്പോൾ അടുത്ത് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കുട്ടിയോട് അവൾക്ക് കൊടുത്തതാണ്. പിന്നെ ഈ തലണകളൊക്കെ ഇങ്ങനെ വെച്ചത് എന്താ വെച്ചാൽ ഋതുവിനെ സേഫാക്കി കിടത്താൻ വേണ്ടിയിട്ടാണ്. ഋതു അവിടെ കിടക്കും, ഞാനിവിടെ കിടക്കും. അവിടെ കുഞ്ഞ് തലണ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവൾ തിരിഞ്ഞ് കിടക്കുമ്പോൾ തല അവിടെ പോയിട്ട് ഇടിക്കാതിരിക്കാൻ, പിന്നെ ഇവിടേക്കും തല അടിക്കാതിരിക്കാൻ. പിന്നെ ഇപ്പുറത്ത് ഞാൻ ഉണ്ടാവും. പക്ഷെ ഇന്ന് രാവിലെ കളിക്കണതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കളിപ്പിച്ചതാണ്. പിന്നെ അവിടെ ചെറിയൊരു പെയിൻറ്റ് പണി ഉണ്ട് കേട്ടോ. അവിടെ അത് ആ സമയത്ത് വരച്ചു തന്നെയാണ്. പിന്നെ ഇത് ഫാനാണ്. അതായത് കുട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വേർക്കും. അവളെ തല നന്നായിട്ട് വേർക്കും. അപ്പോൾ എന്താ കറണ്ട് പോണ സമയത്തൊക്കെ അവൾക്ക് ചൂടെടുത്തിട്ട് ഭയങ്കര ഇതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. നല്ലതാട്ടോ. നമുക്കിങ്ങനെ വെക്കാം, ക്ലിപ്പ് ചെയ്ത് വെക്കാം അങ്ങനെ. അപ്പോൾ ഞാൻ മീഷോന്ന് തന്നെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഹാങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് അവളുടെ കിടക്കുമ്പോൾ കറണ്ട് എങ്ങാനും ഇല്ലെങ്കിൽ ഞാൻ അത് ഓൺ ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ
പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് അവളെ പാപ്പു അച്ഛൻ്റെ അനിയൻ കൊണ്ടുകൊടുത്തതാണ്. ഇതും അവൾക്ക് അങ്ങനെ കൊണ്ടുകൊടുത്തതാണ്. ഇതിനോട് ചെറിയൊരു ഫ്രെയിമുണ്ട്, അത് മണിക്കുട്ടീൻ്റെ അനിയത്തിക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു തൊപ്പിയുണ്ട്, ഇത് അച്ഛൻ വയനാട്ടിൽ നിന്ന് ഋതുവിന് വാങ്ങിയതാട്ടോ. പിന്നെ ഇവിടെ ഈ കുപ്പികളൊക്കെ ജസ്റ്റ് മരുന്ന് കുപ്പികളായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ജസ്റ്റ് ഓരോ ഇമോജി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് ചെയ്തു വെച്ചതാണ്. പിന്നെ ഇത് ഞാൻ ഏട്ടന് ഫസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് കൊടുത്തതാണ്. എൻ്റെ കല്യാണം 2023 ഫെബ്രുവരി 12-നായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് 2 ദിവസം ഇങ്ങനെ വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൊടുക്കണം വെച്ചിട്ട് കല്യാണത്തിന് മുന്നേ ചെയ്തു വെച്ചതാണ്. ഫസ്റ്റ് മീറ്റിന് ഞങ്ങൾ വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ അത് ചെയ്തു കൊടുത്തു. പിന്നെ ഇത് എൻ്റെ അനിയത്തിനെ കെട്ടാൻ പോണ അവൾക്ക് വാങ്ങിക്കൊടുത്തട്ടോ ഋതുവിന്. പിന്നെ ഇതിന് പിന്നിലൊരു ബൊമ്മക്കുട്ടിയുണ്ട്, അത് ഋതുവിൻ്റെ അമ്മായി വാങ്ങിക്കൊടുത്താണ്. ഇതൊന്നും എടുത്ത് കളിക്കാറായിട്ടില്ല, ഇതൊക്കെ തലയിൽ വായിലിടുകയാണ്. പിന്നെ ഇതും ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് മണിക്കുട്ടീനെ അനിയത്തിനെ കെട്ടാൻ പോണ ഗിഫ്റ്റ് ചെയ്താട്ടോ. ഇവിടെ ഒരു കോഴിക്കുട്ടി ഉണ്ട്, കോഴി എന്നൊക്കെ പറയണം, അമ്മ കോഴി കൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഞങ്ങളുടെ സേതുരേട്ടൻ്റെ ഫോട്ടോ ഉണ്ട്, ഇതിൻ്റെ ഫ്രണ്ട്സ് തന്നാണ്, 10ാം ക്ലാസ്സിലത്തെ ഫ്രണ്ട്സ് കല്യാണത്തിന് വന്നപ്പോൾ. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ്, അവളുടെ ചെരുപ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഇവിടെ ചെറിയൊരു കുട്ടി കലണ്ടർ ഉണ്ട്. പിന്നെ ഇവിടെയും ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതാണ്ട് ചന്ദനത്തിരി അങ്ങനെ. പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണുള്ളത്. ഇത് പിന്നെ ഋതുവിൻ്റെ അച്ഛൻ ഇപ്പം ഋതുവിന് വരുമ്പോൾ കൊണ്ടുകൊടുത്തതാണ് ഈ ഒരു ബൊമ്മക്കുട്ടി. ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ, ഇതും മണിക്കുട്ടീനെ കെട്ടാൻ പോണ പൂരത്തിന് വാങ്ങിക്കൊടുത്താണ്. നല്ല രസമാണ്. ഇതിപ്പോഴും കേടുവന്നിട്ടില്ല, കുറേ. ഇത് നമുക്ക് ബാൽക്കണി നോക്കി പോവാം. ഞാനും വന്നതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഓണത്തിനിട്ട തറ ഇന്നെടുത്ത് കളയുന്നതാണ് അമ്മ പറഞ്ഞത്. ഇതിങ്ങനെ നമ്മുടെ ഗാർഡൻ, അങ്ങനെ കുറച്ച് ഇത് ഫ്രണ്ടിലത്തെ സ്ഥലം. ഡേട്ട ഇഷ്ടപ്പെട്ടിട്ട് കൊടുന്ന് വെച്ച ചെടി കേട്ടോ, നല്ല ചന്തണ്ട്. അത് ഓരോ സമയത്ത് ഇങ്ങനെ കളർ കൂടി വരും. പിന്നെ പച്ചവും വീണ്ടും ചുവപ്പ് തളിരിലകൾ വരുമ്പോൾ വീണ്ടും കളർ കൂടും. അങ്ങനെ എനിക്ക് ഒരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങണമെന്നുണ്ട്, കറണ്ടിൻ്റെയാണ് വാങ്ങണം വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനത് ഇവിടെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിന്ന് സ്ഥലം എനിക്കിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിവിടെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ എണ്ണക്കുപ്പിയാണ് കേട്ടോ, അതവിടെ കിടക്കുകയാണ്. പിന്നെ മുകളിൽ ഇങ്ങനെ ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ചളിയായിരുന്നു മഴ പെയ്തിട്ടും ഇതായിട്ടൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം, ഇവിടെ കേട്ടോ ടോയ്ലറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശനിയാഴ്ചയാണ് വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത്. പിന്നെ ഏട്ടൻ ഞായറാഴ്ച വന്നു, തിങ്കളാഴ്ച നിന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ പോയി. അപ്പോൾ ഇപ്പൊക്കെ റൂമൊന്ന് ഒതുക്കി വന്നിട്ട് റൂം സെറ്റായിട്ടുള്ളൂ. ഇനി റെഗുലറായിട്ട് വീഡിയോ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത് കുട്ടിയുള്ളതുകൊണ്ടാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ ഇഷ്ടമാണ്. പക്ഷേ കുട്ടിയുള്ളതുകൊണ്ട് അവളുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലാവും. അതുകൊണ്ടാണ് അധികം വീഡിയോ എടുക്കാൻ പറ്റാത്തത്. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യണതുകൊണ്ട് ഫസ്റ്റ് മുതൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇടയത്തെ പോർഷൻസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല. ഇനി എൻ്റെ ഒരു ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ, നവംബറിലാണ്. അപ്പോൾ അത് ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഋതുവിൻ്റെ പിറന്നാളാവാറായി, ഡിസംബറിലാണ്. എന്നാലും കുറച്ചൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴേ നോക്കി വയ്ക്കണം. ഏട്ടനെച്ചാൽ മാസത്തിൽ 6 ദിവസം ലീവുള്ളൂ. അപ്പോൾ ആ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെയും കുറച്ച് തിരക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് എടുത്താലും വീഡിയോസായിട്ട് വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.